ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റാണ്. ഇൻ ഹാർമണി എന്നാണ് കേട്ടോ യൂണിറ്റിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD3 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻ ഹാർമണി എന്നാണ് നമ്മളുടെ യൂണിറ്റിൻ്റെ പേര്. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? ഐക്യം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇൻ ഹാർമണി എന്ന് വെച്ചാൽ ഐക്യത്താൽ, ഓക്കെ, ഐക്യത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. എന്താണ് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഈസ് വെൻ വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, വാട്ട് യു സേ, എന്താണോ പറയുന്നത്, വാട്ട് യു ഡു, എന്താണോ ചെയ്യുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, ആർ ഇൻ ഹാർമണി, എല്ലാം ഐക്യത്തിലായിരിക്കുമ്പോഴാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ പറയണം, അത് തന്നെ പ്രവർത്തിക്കുകയും വേണം. അപ്പോഴേ സന്തോഷം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഹു ആർ ഹിഡൻ ഇൻ ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ ആരൊക്കെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്, ആരൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്? നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഡോഗിനെ കാണാം അല്ലേ? ഒരു ഡോഗുണ്ട്, പിന്നെ അതുപോലെ ഒരു ക്രോ ഉണ്ട്, ഒരു കാക്കയുണ്ട്, പിന്നെ ഒരു സ്ക്വയറലുണ്ട്. കണ്ടോ, ഇവിടെ ഒരു സ്ക്വയറലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പിക്ചറിൽ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യുക, അവരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇതിന് നല്ല മനോഹരമായിട്ടുള്ള കളർ കൊടുത്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. റോക്കി ദ പപ്പി. പപ്പി എന്ന് വെച്ചാൽ എന്താ? നായ്ക്കുട്ടി, പട്ടിക്കുട്ടി എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഈ പപ്പിയുടെ പേരെന്താണ്? റോക്കി എന്നാണ്. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന് പറയുന്ന നമ്മുടെ ഈ പപ്പി ഒരു മരത്തിന് താഴെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അവന് ഇപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നല്ല യമ്മി ആയിട്ടുള്ള, സ്വാദിഷ്ടമായിട്ടുള്ള മീൽ എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിച്ച ശേഷമാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. ആ സമയത്ത് അവൻ്റെ തലയ്ക്ക് ചുറ്റുമായിട്ട് ബീസ്, തേനീച്ചകൾ ബസ് ചെയ്തു എന്ന് വെച്ചാൽ തേനീച്ചകൾ ബസ് എന്ന് വെച്ചാൽ മൂളില്ലേ, ആ മൂളുന്നതിനാണ് ബസ്ഡ് എന്ന് പറയുന്നത്. മൂളിക്കൊണ്ട് നടന്നു. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. അപ്പോൾ നമ്മുടെ റോക്കി എന്ത് പറഞ്ഞു? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. എന്നിട്ട് റോക്കി അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി, പതുക്കെ, ഹീ ഫെൽ അസ്ലീപ്പ്. അവന് ഉറക്കത്തിലേക്ക് വീണു. എ ക്രോ വാസ് വാച്ചിങ് എവ്രിതിങ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു കാക്ക മരക്കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷി ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അപ്പോൾ ഇവളെന്ത് ചെയ്തു? ഈ ബീസിന് ചുറ്റും, ഈ തേനീച്ചകൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി വോക്കപ്പ്. ആ സമയം റോക്കി എണീറ്റു. കാക്ക പറക്കുന്നത് കണ്ട് ആ ശബ്ദം കേട്ടിട്ട് റോക്കി എണീറ്റു. ഡോണ്ട് അനോയ് മീ, ഹി സെഡ്. എന്നെ അനോയ് എന്ന് വെച്ചാൽ ശല്യം ചെയ്യുക. ഡോണ്ട് അനോയ് മീ, എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞു. വാട്ട് വിൽ റോക്കി ഡു? ഇനി റോക്കി എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്ക് സ്റ്റോറി വായിക്കാം. ദ ചേസ്. ചേസ് എന്ന് വെച്ചാൽ എന്താണ്? പിന്തുടരുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ഒരാളെ പിന്തുടരുന്നതിനാണ് നമ്മളിത് ചേസ് എന്ന് പറയാം. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. റോക്കി എന്ത് കണ്ടു? ഒരു പൂച്ച ഒരു സ്ക്വിറൽ, അണ്ണാനെ ചേസ് ചെയ്യുന്നത് കണ്ടു, പിന്തുടരുന്നത് കണ്ടു. അപ്പോൾ പൂച്ച അണ്ണാനെ എന്തിനായിരിക്കും പിന്തുടരുന്നത്? അണ്ണാനെ പിടികൂടി ഭക്ഷണമാക്കാനായിരിക്കും അല്ലേ? ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പോൾ ഇത് കണ്ടപ്പോൾ റോക്കിക്ക് എന്ത് തോന്നി? കുറച്ച് ഒന്ന് കളിപ്പിക്കാമെന്ന് ചിന്തിച്ചു റോക്കി. ഹി ചേസ്ഡ് ദ ക്യാറ്റ്. എന്നിട്ട് ഈ റോക്കി എന്ത് ചെയ്തു? ഈ ക്യാറ്റിനെ ചേസ് ചെയ്യാൻ തുടങ്ങി, ക്യാറ്റിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വിടൂ, ഞാൻ അണ്ണാനെ പിടിക്കട്ടെ എന്ന് പൂച്ച പറഞ്ഞത്. ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. ഹിസ്ഡ് എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ട് ഒരു ശബ്ദം ഉണ്ടാക്കില്ല. പൂച്ചകൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കില്ല, ആ ശബ്ദത്തെയാണ് നമ്മൾ ഹിസ്ഡ് എന്ന് പറയുക. എന്നിട്ട് റോക്കിയുടെ നേരെ ഈ ശബ്ദം ഉണ്ടാക്കി. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംഡ് അപ്പ് എ ട്രീ. പൂച്ച റോക്കിയോട് ഇത് പറയുന്ന സമയം നമ്മളുടെ സ്ക്വിറൽ എന്ത് ചെയ്തു? ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറി. ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ക്ഡ് ദ ക്യാറ്റ്. എന്നിട്ട് ചിൽ ചിൽ എന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് പൂച്ചയുടെ നേരെ നോക്കിയിട്ട് മോക്ക് ചെയ്തു എന്ന് വെച്ചാൽ കളിയാക്കി. അണ്ണൻ എന്ത് പറഞ്ഞു? കളിയാക്കി. നിനക്കെന്നെ പിടിക്കാൻ കിട്ടിയില്ലല്ലോ എന്ന ഭാവത്തിൽ പൂച്ചയെ നോക്കി കളിയാക്കി. ദ ക്യാറ്റ് ഓൾസോ ക്ലൈംഡ് അപ്പ്. അപ്പോൾ ഈ പൂച്ചയും എന്ത് ചെയ്തു? മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. റോക്കി സ്റ്റൂഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി മരത്തിന് താഴെ നിന്നിട്ട് മുകളിലേക്ക് ഈ പൂച്ചയെ തന്നെ നോക്കി നിന്നു. വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി?
ക്യാറ്റ് എന്തായിരിക്കും റോക്കിയോട് പറയുക? എന്നെ വിടൂ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ എന്നായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് നോക്കൂ, ദ കെയറിംഗ് ക്രോ. ദ സ്ക്വയറൽ ഡിസപ്പിയർഡ് എമംഗ് ദ ലീവ്സ്. സ്ക്വയറിൽ ട്രീയുടെ മുകളിലേക്ക് കയറുന്നത് കണ്ടല്ലോ നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്തു? സ്ക്വയറിൽ മരത്തിലുള്ള ഇലകൾക്കിടയിൽ എന്തായി? ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായി, എങ്ങോട്ടോ പോയി. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ. പൂച്ച താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അപ്പോൾ എന്താ പൂച്ച കണ്ടത്? റോക്കി ഈ മരത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതായിട്ടുള്ളത് പൂച്ച കണ്ടു. ദ ക്യാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. അത് കണ്ടപ്പോൾ പൂച്ച താഴേക്ക് ചാടിയിട്ട് എന്ത് ചെയ്തു? എസ്കേപ്ഡ്, രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്. കാക്ക എന്ത് ചെയ്തു? കാക്ക ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. കാക്ക ഇതും കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. കാക്കയുടെ കൂട്, നെസ്റ്റ് എന്ന് വെച്ചാൽ കൂട്, വാസ് ഓൺ ദാറ്റ് ട്രീ. ഈ മരത്തിന് മുകളിലായിരുന്നു എന്ത്? നമ്മളുടെ ഈ കാക്കയുടെ കൂടുണ്ടായിരുന്നത്. ഹെർ ചിക്സ് വെർ ഇൻ ഇറ്റ്. അവളുടെ ചെറിയ കുഞ്ഞുങ്ങൾ, കാക്കയുടെ കുഞ്ഞു കുട്ടികളെയാണ് ചിക്സ് എന്ന് പറയുക. കുട്ടികൾ ആ നെസ്റ്റിലുണ്ട്. ഷീ വാസ് അഫ്രൈഡ്. അവൾക്കാകെ പേടിയായി. എന്തിനാ പേടിച്ചത്? ഈ പൂച്ചയോ ഈ പപ്പിയോ ഒക്കെ എന്തായി? കാക്കയുടെ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഭക്ഷിക്കുമോ കഴിക്കുമോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. അപ്പോൾ അവൾ എന്ത് ചെയ്തു? നമ്മുടെ റോക്കിക്ക് ചുറ്റും വട്ടം വിട്ട് പറക്കാൻ തുടങ്ങി. എന്തിന്? പപ്പി മരത്തിന് മുകളിലേക്ക് കയറുകയാണ് അല്ലേ. അപ്പോൾ അവന് കയറണ്ട എന്ന് കരുതിയിട്ട് അവൾ എന്ത് ചെയ്തു? നമ്മുടെ കാക്ക പപ്പിക്ക് ചുറ്റും വട്ടം വിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റൂഡ് അപ്പോൺ ഹിസ് ഹിൻഡ് ലെഗ്സ് എന്ന് വെച്ചാൽ എന്താ? പിൻകാലിൽ റോക്കി അപ്പോൾ നിന്നു. ദ ഹംഗ്രി ക്രോ. ഹംഗ്രി എന്ന് വെച്ചാൽ വിശന്ന കാക്ക കേട്ടോ. റോക്കി വോക്ക്ഡ് ബാക്ക്. റോക്കി അപ്പോൾ നമ്മളുടെ ഈ കാക്ക ഇങ്ങനെ വട്ടം വിട്ട് പറന്നതുകൊണ്ട് റോക്കിക്ക് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. റോക്കി എന്ത് ചെയ്തു? പിന്നോട്ട് തന്നെ നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. പോകുന്ന വഴിക്ക് അവനൊരു ബോൺ എന്ന് വെച്ചാൽ ഒരു എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. അവന് പുല്ലുകൾക്കിടയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഈ എല്ല് ചവച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. വാ മഞ്ചി വൂഷ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. നല്ല സ്വാദിഷ്ടമായതെന്ന് പറഞ്ഞിട്ട് അവന് സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. ഇതെല്ലാം നമ്മുടെ ഈ കാക്ക ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാക്ക എപ്പോഴും റോക്കിയുടെ പിന്നാലെ ഉണ്ടെന്ന് അർത്ഥം. ഷീ വാസ് വെരി ഹംഗ്രി. നമ്മുടെ ഈ ക്രോ വളരെയധികം വിശപ്പിലായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. സ്നാച്ച്ഡ് എന്ന് വെച്ചാൽ തട്ടിപ്പറിച്ചു. അവൾ ഈ എല്ല് തട്ടിപ്പറിച്ചിട്ട് ദൂരേക്ക് പറന്നു. യു നോട്ടി ക്രോ. അപ്പോൾ റോക്കി എന്ത് പറഞ്ഞു? നീ വികൃതിയായ ഈ കാക്ക എന്ന് വെച്ച്, നോട്ടി എന്ന് വെച്ചാൽ വികൃതിയായ ഒരു കാക്ക എന്ന് പറഞ്ഞു. റോക്കി ബാക്ക്ഡ്. റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. മുകളിലേക്കും താഴേക്കുമായിട്ട് അവന് കുറച്ച് സമയം ചാടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് കാക്കയെ കിട്ടുന്നില്ലല്ലോ, നമ്മളുടെ പപ്പിക്ക്, റോക്കിക്ക് കിട്ടുന്നില്ലല്ലോ, കാരണം കാക്ക പറക്കുകയല്ലേ. അപ്പോൾ റോക്കിക്ക് എന്ത് ചെയ്യണം? ആ എല്ല് കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് ആ കാക്കയെ പിടിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചാടിക്കൊണ്ടു നിന്നു. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവന് ദേഷ്യം വന്നിട്ട് അവൻ്റെ തല സ്ക്രാച്ച്ഡ്, ചൊറിഞ്ഞിട്ട് താഴെ മണ്ണിൽ കിടന്നിട്ട് എന്ത് ചെയ്തു? റോൾ ചെയ്തു, ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. റോൾഡ് ഇൻ ദ മഡ് എന്ന് വെച്ചാൽ മണ്ണ് കേട്ടോ, മണ്ണ് അല്ലെങ്കിൽ ചെളി എന്നൊക്കെ അർത്ഥം. ആ മണ്ണിൽ കിടന്നിട്ട് അവന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. സ്ലോലി ഹി കാം ഡൗൺ. അങ്ങനെ പതുക്കെ അവനൊന്ന് ശാന്തമായി. കാം ഡൗൺ എന്ന് വെച്ചാൽ ശാന്തമായി. അവൻ്റെ ദേഷ്യം പതുക്കെ ഒന്ന് മാറി. റോക്കി ബാഗ്ഡ് aloud and jumped up and down several times. Why? റോക്കി മുകളിലേക്കും താഴേക്കുമായിട്ട് കുറച്ച് സമയം ഇങ്ങനെ ചാടി. എന്തിനായിരുന്നു? ബിക്കോസ് ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു. അവന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹി വാണ്ട് ഹിസ് ബോൺ ബാക്ക് അല്ലേ. അവൻ്റെ എല്ല് തിരികെ വേണമായിരുന്നു. അതിനാണ് അവൻ അങ്ങനെ ചാടിയത്. ദ ഹെവി റെയിൻ. ഹെവി എന്ന് വെച്ചാൽ ശക്തമായ മഴ. പെട്ടെന്ന് ഇനി ഒരു ശക്തമായ മഴ പെയ്യാൻ നോക്കുകയാണ് കേട്ടോ. സഡൻലി പെട്ടെന്ന് ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. നീല ആകാശമൊക്കെ ഗ്രൂ ഡാർക്ക് എന്തായി? ഡാർക്ക് നിറമായിട്ട് നന്നായിട്ട് ഇരുട്ട് പരന്നു. ദ വിൻഡ് ഹൗൾഡ്. കാറ്റ് ഹൗൾഡ് എന്ന് വെച്ചാൽ അലറി വിളിച്ചു എന്നാണ് അർത്ഥം. അതായത് ശക്തമായ കാറ്റ് വീശുമ്പോൾ നമുക്കൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ശക്തമായ കാറ്റ് വീശി. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്. തണ്ടർ എന്ന് വെച്ചാൽ ഇടി. അപ്പോൾ വലിയൊരു ഇടി വെട്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ നിലം, ഗ്രൗണ്ട് നിലം എന്തായി? ഷൂക്ക് ചെയ്തു, വിറച്ചു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കോഡ് അലൗഡ്. ക്രാ ക്രാ എന്ന് വെച്ചിട്ട് നമ്മളുടെ ക്രോ ഉണ്ടല്ലോ, കാക്ക ഉറക്കെ
കരയാൻ തുടങ്ങി. ഷി സോ ഹെർ നെസ്റ്റ് സ്വയിങ് ഇൻ ദ വിൻഡ്. അവൾ എന്ത് കണ്ടു? അവളുടെ കൂട് കാറ്റിൽ സ്വയിങ് എന്ന് വെച്ചാൽ ആടി ഉലയുന്നത് കണ്ടു. ശക്തമായ കാറ്റാണ്, അപ്പോൾ ശക്തമായ കാറ്റിൽ അവളുടെ കൂടിങ്ങനെ ആടി ഉലയുന്നത് കണ്ടു. അങ്ങനെ ആടി ഉലഞ്ഞാൽ കൂട് താഴേക്ക് വീഴില്ലേ? അവൾ ആകെ പേടിച്ചു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. അങ്ങനെ വൈകാതെ തന്നെ ആ ബ്രാഞ്ച്, ആ കൊമ്പ്, കൂടിരുന്ന ആ കൊമ്പ് പൊട്ടി. ബ്രോക്ക് എന്ന് വെച്ചാൽ പൊട്ടി. എന്നിട്ട് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, ആ കൂട് എന്ത് ചെയ്തു? താഴേക്ക് വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? നമ്മളുടെ ഈ അതിലുള്ള ആ കൂട്ടിലുള്ള ചിക്സിന്, കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും? വാ നമുക്ക് കഥ ബാക്കി വായിക്കാം. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. ഹെൽപ്പിംഗ് എന്ന് വെച്ചാൽ സഹായിക്കുന്നു. ദ ഹെൽപ്ലെസ് എന്ന് വെച്ചാൽ സഹായം കിട്ടാത്തവർക്ക്, എന്താണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ സഹായിക്കുന്നു എന്നാണ് കേട്ടോ. നമുക്ക് എന്താ കഥയിൽ പറയുന്നത് നോക്കാം. കിയോ കിയോ റോക്കി ഹിയർഡ് എ സൗണ്ട്. റോക്കി പെട്ടെന്ന് നമ്മളുടെ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ റോക്കി കിയോ കിയോ എന്ന് വെച്ചിട്ട് ഒരു ശബ്ദം കേട്ടു. ഹി സോ ദ ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ എന്ത് കണ്ടു? ഈ കാക്ക കുഞ്ഞുങ്ങൾ തറയിൽ കിടക്കുന്നതായിട്ട് കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്. ഇത് കണ്ടപ്പോൾ അവൻ എന്ത് തോന്നി? ഹി ഫെൽറ്റ് പിറ്റി എന്ന് വെച്ചാൽ ദയ. ഈ കാക്ക കുഞ്ഞുങ്ങളോട് എന്ത് തോന്നി? പാവം എന്നുള്ളൊരു ദയ തോന്നി. എന്നിട്ട് അവന് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്, ഈ കൂടിനടുത്തേക്ക് നടന്നു. ദ ചിക്സ് വെർ ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഈ കുഞ്ഞുങ്ങളൊക്കെ, കാക്ക കുഞ്ഞുങ്ങളൊക്കെ ഡ്രഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മഴയിൽ. ആകെ ഡ്രഞ്ച്ഡ് എന്ന് വെച്ചാൽ നനഞ്ഞു കുതിരുന്നതിനെയാണ് നമ്മൾ ഡ്രഞ്ച്ഡ് എന്ന് പറയുക. അപ്പോൾ അവരൊക്കെ മഴയിൽ ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ടായിരുന്നു. കിയോ കിയോ ദെയർ ക്രൈ ബിക്കെയിം ലൗഡർ. അവരുടെ കരച്ചിലെന്തായി? ശബ്ദം കൂടി വരാനായിട്ട് തുടങ്ങി. ദേവർ ഷിവറിങ്. അവർ മഴയത്ത് എന്തായിരുന്നു? ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് വറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം. പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് റോക്കി അവരെ കൺസോൾ ചെയ്തു. കൺസോൾഡ് എന്ന് വെച്ചാൽ ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ റോക്കി ഹിയർഡ് എ ക്രൈ. പെട്ടെന്ന് എന്നെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് റോക്കി ഒരു കരച്ചിൽ കേട്ടു. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. അവന് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൺ ബ്രാഞ്ച്. അപ്പോൾ അവൻ എന്ത് കണ്ടു? പൊട്ടി വീണ മരത്തിന് താഴെ, മരക്കൊമ്പിന് താഴെ അമ്മ കാക്ക ഇരിക്കുന്നത് കണ്ടു. അതായത് ഈ കാക്ക ഈ മരത്തിൻ്റെ താഴേക്ക്, ആ മരക്കൊമ്പിന് താഴെയാണ് കാക്ക കിടക്കുന്നത്. ഈ കാക്കയുടെ മേലെയുടെയാണ് മരത്തിൻ്റെ കൊമ്പ് വീണത്. ഹിസ് ഹാർട്ട് മെൽറ്റഡ്. അത് കണ്ടപ്പോൾ റോക്കിയുടെ ഹൃദയം എന്തായി? അലിഞ്ഞുപോയി. പാവം എന്ന് തോന്നി അവന്. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി അവനെ കൊണ്ട് കഴിയുന്ന വിധം ആ മരത്തിൻ്റെ തടി മാറ്റാനായിട്ട് ശ്രമിച്ചു. ഇറ്റ് വാസ് ഹെവി. അത് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. നല്ല വലിയ മരക്കമ്പായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവൻ അതിനെ തട്ടി മാറ്റാനായിട്ട് ശ്രമിച്ചു. ഫൈനലി, അവസാനം, ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവന് അത് മാറ്റിയിട്ട് ആ കാക്കയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. ഏബിൾ എന്ന് വെച്ചാൽ കഴിഞ്ഞു എന്നാണ് കേട്ടോ അർത്ഥം. കഴിവ് എന്നതാണ് ഏബിൾ എന്ന് പറയാം. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ഇത് കണ്ടപ്പോൾ ആ പാവം ആ കാക്കയുടെ കണ്ണുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ റോക്കിയെ നന്ദിയോട് കൂടിയിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദിയോട് കൂടിയിട്ട് നോക്കി. ടേക്ക് കെയർ, നല്ലതുപോലെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് റോക്കി തിരികെ നടന്നു. അപ്പോൾ എന്താ മക്കളെ, നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരു റോക്കി എന്ന് പറയുന്ന ഒരു പപ്പിയാണല്ലേ നമ്മൾ ഈ കഥയിൽ കണ്ടത്. ആ പപ്പിയെ നമ്മുടെ കാക്ക ഒരുപാട് തവണ ശല്യം ചെയ്തിട്ടും മെനവ് ചെയ്തിട്ടും ഡിസ്റ്റർബ് ചെയ്തിട്ടും അവർക്കൊരാവശ്യം വന്നപ്പോൾ എന്തായി? നമ്മളുടെ റോക്കി അവരെ സഹായിക്കാതിരുന്നില്ല. അവനെക്കൊണ്ട് കഴിയും വിധം അവരെ സഹായിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ റോക്കീസ് പ്ലേസ്? റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ചോദ്യം. നിങ്ങൾ അവരെ സഹായിക്കുമായിരുന്നോ, അതോ നിങ്ങളെ ശല്യം ചെയ്ത ദേഷ്യത്തിൽ അവരെ സഹായിക്കാതിരിക്കുമോ? നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുക കേട്ടോ. കഥ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് വൈകാതെ ചെയ്യാം. ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്